Hey there guys, welcome back to Trading Logics. നമുക്കിന്ന് ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു സ്ട്രാറ്റജി പരിചയപ്പെടാം. ഇത് പ്രൈസ് ആക്ഷൻ സ്ട്രാറ്റജി ചെയ്യുന്നവരുടെ ഏറ്റവും ഷാർപ്പായിട്ടുള്ള ഒരു ടൂളാണ് ഞാനിത് വരച്ചിരിക്കുന്നത്. ഇതിനെ ബോക്സ് പാറ്റേൺ ട്രേഡിംഗ് എന്ന് പറയും. ഇതിൻ്റെ രീതി എന്ന് വെച്ചാൽ ബോക്സ് പാറ്റേണിനകത്ത് എത്രത്തോളം സമയം സ്പെൻഡ് ചെയ്യുന്നോ മാർക്കറ്റ് അത്രത്തോളം പവർഫുള്ളായിരിക്കും ബാക്കിയുള്ള മൂവ്. അതായത് സെല്ലേഴ്സാണ് മാർക്കറ്റിൽ പൊസിഷൻസ് ക്രിയേറ്റ് ചെയ്യുന്നതെന്ന് നമുക്കെല്ലാവർക്കും അറിയാം. അപ്പോൾ ഈ ബോക്സിൻ്റെ ഇരുവശങ്ങളിലുമായിട്ട് സെല്ലേഴ്സ് ഒരു സ്ട്രാങ്കിൾ പാറ്റേൺസ് ഫോം ചെയ്യും. അതായത് ഈ ഒരു റേഞ്ച് വിട്ട് മാർക്കറ്റ് പോകില്ല എന്ന് അവർ തീരുമാനിക്കും. അങ്ങനെ ഇതിൽ മാർക്കറ്റ് സെല്ലേഴ്സിനെ ട്രാപ്പ് ചെയ്ത് മുകളിലോട്ടോ താഴോട്ടോ പോകുമ്പോഴേക്കും ആ സൈഡിലുള്ള സെല്ലേഴ്സ് കവർ ചെയ്യുന്നത് കൊണ്ടാണ് ഏറ്റവും കൂടുതലായിട്ട് മൂവ്മെൻറ്റ് നടക്കുന്നത്. ഇവിടെ നമുക്ക് ഒരു ബയേഴ്സ് പെർസ്പെക്റ്റീവിൽ നമുക്കൊരു ഓപ്പർച്യൂണിറ്റി ഉണ്ട്. അതാണ് ഈ ട്രേഡിൻ്റെ ഒരു ബ്യൂട്ടി. അതായത് ഈവൻ ഫാസ്റ്റായിട്ടുള്ള മൂവ്മെൻറ്റ് കാരണം നമുക്ക് ഒരു 15 ക്വാണ്ടിറ്റി വാങ്ങിക്കുമ്പോഴേക്കും 100 പോയിൻ്റൊക്കെ ഈസി ആയിട്ട് നമുക്ക് ക്യാച്ച് ചെയ്യാൻ പറ്റും. നമുക്കിതിനൊരു 90% ചാൻസ് കൊടുക്കാൻ പറ്റും. അത്രയും ആക്യുറേറ്റ് ആണ്. ഐ ഹാവ് സീൻ ദിസ് പാറ്റേൺ ബിഫോർ ആൻഡ് ഇത് നന്നായിട്ട് വർക്കൗട്ട് ആവും. നമുക്ക് സെല്ലേഴ്സ് എപ്പോഴാണോ പാനിക് ആവുന്നത് അപ്പോഴാണ് ബയേഴ്സ് ക്യാഷ് ഉണ്ടാക്കുക. സെല്ലേഴ്സ് പാനിക് ആവണമെങ്കിൽ സർട്ടൻ ലെവൽസ് അവർ ബ്രീച്ച് ചെയ്യണം. അവരിപ്പം 50,200 ലെവൽ ഇപ്പം ഹോൾഡ് ചെയ്തെന്ന് വിചാരിക്കുക. അത് ഹോൾഡ് ചെയ്ത് ബ്രോക്ക് ആയാൽ മാത്രമേ അവർ അത് പൊസിഷൻസ് കവർ ആവുകയുള്ളൂ എന്ന് വിചാരിക്കുക. അപ്പോൾ അവർ അത്രത്തോളം ക്ഷമ അതിനകത്ത് കാണിക്കും. സെല്ലേഴ്സിൻ്റെ രീതി അനുസരിച്ച് ടൈം ചെല്ലെ മാർക്കറ്റ് മുന്നോട്ട് പോകെ ടൈം ഡീക്കേ കാരണം അവർക്ക് അഡ്വാൻറ്റേജ് ഭയങ്കര കൂടുതലാണ്, ഒത്തിരി കൂടുതലാണ്. അപ്പോൾ ഈ ഒരു കാരണം കൊണ്ട് തന്നെ മാർക്കറ്റിൽ അവർക്ക് ഹോൾഡ് ചെയ്യാനുള്ള കപ്പാസിറ്റി കൂടുതലായിരിക്കും. ബയറിന് ഏറ്റവും ശത്രുവായിട്ട് നിൽക്കുന്നത് ഈ തീറ്റ ഡീക്കയാണ്. ഈ ചാൻസസ് ഓഫ് മെൽറ്റിംഗ് ആണ് പ്രശ്നം. ഈ അത്രയും നമ്മുടെ റേഞ്ചിലോട്ട് മാർക്കറ്റ് വന്നാലും നമുക്ക് അത്രയും രീതിക്ക് നമുക്ക് ഹോൾഡ് ചെയ്യാനായിട്ട് സാധിക്കാതെ വരുമ്പോഴാണ് ബയേഴ്സ് എല്ലാം ട്രാപ്പായി പോകുന്നത്. ഇതിൻ്റെ മുകൾ വശത്ത് നമുക്ക് ലിക്വിഡിറ്റി ഉണ്ടാവും. അതായത് ഈ ബോക്സ് പാറ്റേണിൻ്റെ മുകളിൽ അതുപോലെ തന്നെ താഴെയും നമുക്ക് ലിക്വിഡിറ്റി ഉണ്ടാവും. ഈ ലിക്വിഡിറ്റിയിലോട്ട് മാർക്കറ്റ് മൂവ് ചെയ്യാനുള്ള ടെൻഡൻസി കൂടുതലായിരിക്കും. എപ്പോഴും നമുക്ക് ലിക്വിഡിറ്റി ഇല്ലാത്ത ഭാഗത്തു നിന്ന് ലിക്വിഡിറ്റി ഉള്ള ഭാഗത്തിലോട്ട് മാർക്കറ്റ് മൂവ് ചെയ്യുമ്പോഴാണ് മാർക്കറ്റിനൊരു മൂവ്മെൻറ്റ് കിട്ടുന്നത്. ഇൻഡെക്സിനെ ഡയറക്റ്റായിട്ട് മൂവ് ചെയ്യണമെന്നുണ്ടെങ്കിൽ അതിൻ്റെ അണ്ടർലൈങ് അസറ്റ് ആയിട്ടുള്ള ഫ്യൂച്ചേഴ്സ് മൂവ് ചെയ്യണം. അല്ലാന്നുണ്ടെങ്കിൽ ഓപ്ഷൻസ് മൂവ് ചെയ്യണം. അല്ലെങ്കിൽ അതിൻ്റെ അണ്ടർലൈങ് സ്റ്റോക്സ് ഇല്ലേ, ബാങ്ക് നിഫ്റ്റിയിൽ അണ്ടർലൈങ് സ്റ്റോക്സാണ് HDFC, ബജാജ് ഫിനാൻസ്, ഇങ്ങനെയൊക്കെയുള്ള ഒത്തിരി സ്റ്റോക്സ് ഉണ്ട്. അപ്പോൾ ആ സ്റ്റോക്സ് HDFC, ബജാജ് ഫിനാൻസ്, ICICI, ആക്സിസ്, SBIN അങ്ങനെയൊക്കെയുള്ള സ്റ്റോക്കാണ് മേജറായിട്ട് നമ്മുടെ ബാങ്ക് നിഫ്റ്റി ഫോക്കസ് ചെയ്യുന്നത്. ബാങ്ക് നിഫ്റ്റിയിൽ ഒരു മൂവ്മെൻറ്റ് കൊടുക്കണമെങ്കിൽ ഈ സ്റ്റോക്കിൽ അവർക്ക് മൂവ്മെൻറ്റ് കൊടുക്കാം. അപ്പോൾ പല തരത്തിൽ മാർക്കറ്റിനെ നമുക്ക് ഇൻഫ്ലുവൻസ് ചെയ്യാൻ പറ്റും. നമുക്കല്ല, ബിഗ് പ്ലെയേഴ്സിന്. ദറ്റ് മീൻസ് ക്രോഡ്സ് അവർ ഡിപ്ലോയ് ചെയ്യും. ആ ഡിപ്ലോയ് ചെയ്യുന്ന എമൗണ്ടിനനുസരിച്ച് നമുക്ക് കോപ്പപ്പ് ചെയ്യാനായിട്ട് സാധിക്കത്തില്ല. അപ്പോൾ നമുക്ക് ചെയ്യാൻ പറ്റുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ മാർക്കറ്റ് ഏത് ഡയറക്ഷനിലാണോ പോകുന്നത് ആ ഡയറക്ഷനിൽ നമുക്ക് പൊസിഷൻസ് ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. ഇപ്പോൾ നമുക്ക് ഈ ഒരു പാറ്റേൺ വെച്ചിട്ട് നമുക്ക് ട്രേഡ് എടുക്കുന്നത് വളരെ സിമ്പിളായിരിക്കും. നമുക്ക് 1 മിനിറ്റിലോട്ട് പോകാം, എന്ത് സംഭവിച്ചു നോക്കാം. കണ്ടോ, 1 മിനിറ്റിൽ ആ ചാർട്ടിൻ്റെ നമ്മൾ വരച്ച ബോക്സ് പാറ്റേണിനെ ക്രോസ് ചെയ്ത് മാർക്കറ്റ് മുകളിലോട്ട് പോയിട്ടുണ്ട്. എന്നിട്ട് അവിടെ നിന്ന് ചെറിയ റിജക്ഷൻ തരുന്നുണ്ട്. അപ്പോൾ സെല്ലേഴ്സ് ഈ ഒരു റേഞ്ച് വിട്ട് മുകളിലോട്ട് പോകാൻ അനുവദിക്കുന്നില്ല മാർക്കറ്റിനെ. അപ്പോൾ നമുക്ക് ഈസി ആയിട്ട് ട്രേഡ് എടുക്കുന്നതെന്ന് വെച്ചാൽ, ഞാൻ യൂഷ്വലി ചെയ്യുന്നതെന്ന് വെച്ചാൽ ബോക്സ് പാറ്റേൺ എപ്പോൾ ബ്രീച്ച് ചെയ്യുമോ അവിടെ വെച്ച് ഞാൻ ട്രേഡ് എക്സിക്യൂട്ട് ചെയ്യും. ഈ ഒരു കണ്ടീഷനിൽ എൻ്റെ ട്രേഡ് ആൾറെഡി എക്സിക്യൂട്ടഡ് ആണ്. എന്നിട്ട് ഞാൻ അവിടെ നിന്നൊരു 15 to 30 പോയിൻ്റ് എൻ്റെ സ്റ്റോപ്പ് ലോസ് ആദ്യമേ ഞാൻ കീപ്പ് ചെയ്ത് വെച്ചിരിക്കും സിസ്റ്റത്തിൽ തന്നെ. ഇവിടെ നിന്ന് റിജക്റ്റ് ചെയ്ത് വരുമ്പോൾ ഹെവി ആയിട്ട് ഫാൾ ആവാനും ചാൻസ് ഉണ്ട്. നല്ല ഹെവി സ്പൈക്കുകൾ ഡൗൺ സൈഡിലോട്ട്, അതായത് സെല്ലേഴ്സ് വീണ്ടും ആക്റ്റീവ് ആകുമ്പോഴേക്കും ഹെവി സ്പൈക്കുകൾ നമുക്ക് സ്റ്റോപ്പ് ലോസൊക്കെ ഈസി ആയിട്ട് ഹിറ്റ് ചെയ്യാൻ ചാൻസ് ഉണ്ട്. ഇൻ കേസ് ഇത് ബ്രീച്ചായി നല്ല രീതിക്ക് മുന്നോട്ട് പോയി കഴിഞ്ഞാൽ വളരെ വലിയ പ്രോഫിറ്റ്, മീൻസ് 100%, 200%, 300% പ്രോഫിറ്റ് ബുക്ക് ചെയ്ത ആൾക്കാരെയും ഞാൻ കണ്ടിട്ടുണ്ട്.
കുറേ നേരത്തിന് ശേഷം മാർക്കറ്റ് അത് ബ്രോക്ക് ചെയ്തു, എന്നിട്ട് സസ്റ്റെയിൻ ചെയ്യുന്നുണ്ട്. നമുക്ക് മാർക്കറ്റിൻ്റെ നെക്സ്റ്റ് മൂവ്മെൻറ്റ് എന്താണെന്ന് നോക്കാം. വൺസ് അത് ബ്രോക്കായി ഹോൾഡായി നിന്ന് കഴിഞ്ഞാൽ അത് അപ്സൈഡ് പോകാനുള്ള ചാൻസസ് ആർ ഹൈ ആണ്. അതായത് മാർക്കറ്റ് ആ ഡയറക്ഷനിലോട്ടുള്ള എല്ലാ സെല്ലേഴ്സിൻ്റെയും പൊസിഷൻസ് കട്ട് ഓഫ് ചെയ്യും. എന്നിട്ട് ഉണ്ടോ മാർക്കറ്റിൻ്റെ മൂവ്മെൻറ്റ് ഉണ്ട്, റാപ്പിഡായിട്ട് അത് മൂവിലോട്ട് കടക്കും. 30 പോയിൻറ്റ്സ് നമ്മൾ സ്റ്റോപ്പ് ലോസ് വയ്ക്കുകയാണെങ്കിൽ 100 പോയിൻറ്റ്സ് നമുക്ക് അതിനകത്തുള്ള ഗെയിൻ കിട്ടണം. 30 പോയിൻറ്റ് അറ്റ്ലീസ്റ്റ് ഒരു 60 പോയിൻറ്റ് നമുക്ക് കിട്ടണം, എങ്കിൽ 1:2 നമുക്ക് ROI മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റുള്ളൂ. ഒന്ന് മനസ്സിലാക്കുക, എപ്പോഴും നമുക്ക് മാർക്കറ്റിൻ്റെ ബോട്ടത്തിൽ നമുക്ക് വാങ്ങിക്കാനും പറ്റില്ല, ടോപ്പിൽ കൊണ്ട് സെല്ല് ചെയ്യാനും പറ്റില്ല. അതുകൊണ്ട് നമുക്ക് ആവശ്യമുള്ള പോയിൻ്റ് എടുത്തതിന് ശേഷം നമ്മൾ എക്സിറ്റ് ചെയ്യുക. അപ്പോൾ ബൈ ഗൈസ്, സീ യു നെക്സ്റ്റ് വീഡിയോ.